നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ട് പാർട്ടി. രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി സമ്മർദ്ദം ഏറുകയാണ്. പ്രതിരോധത്തിലായി പാർട്ടി. രാഹുൽ രാജിവെക്കുമോ? രാഹുലിന്റെ ഭാവി എന്താകും? സമഗ്രമായ വാർത്തകളുമായി ടോപ്പ് 10 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. ലൈംഗിക ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ്. പരാതിയോ കേസോ ഇല്ലാത്തതിനാൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് KPCC അധ്യക്ഷൻ. ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത മാതൃകാപരമായ നടപടിയെന്നും രാജി ആവശ്യപ്പെടാൻ ഇടതുമുന്നണിക്ക് എന്തർഹതയെന്നും VD സതീശൻ. രാജിക്കായി പ്രതിഷേധം തുടരുമെന്ന് CPM-ഉം BJP-യും. പ്രതികരിക്കാതെ രാഹുൽ. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ നീക്കം തുടർന്ന് സംസ്ഥാന സർക്കാർ. മുൻ DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് നൽകിയ 2 റിപ്പോർട്ടുകൾ DGP റവാഡ ചന്ദ്രശേഖറിന് തിരിച്ചയച്ചു. പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് സർക്കാർ. അഴിമതി കേസിൽ ക്ലീൻ ചിറ്റ് തള്ളിയ വിജിലൻസ് കോടതി വിധിക്കെതിരെ അജിത് കുമാർ ഹൈക്കോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടേണ്ട എന്ന് ഡൽഹി ഹൈക്കോടതി. വിവരങ്ങൾ പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കി. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ 10-12 ക്ലാസ് പരീക്ഷകളുടെ വിശദാംശങ്ങളും കോടതി തടഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത് 18 പേർ. സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ടാങ്കുകൾ വൃത്തിയാക്കണമെന്നും ഉന്നതതല യോഗത്തിൽ ആരോഗ്യമന്ത്രി. ശാപമോഷം കിട്ടാതെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ്. ആധുനിക സൗകര്യങ്ങളുമായി 15 കോടി രൂപ ചിലവിൽ 4 നില കെട്ടിടം നിർമ്മിക്കുന്ന വാക്കുപാലിക്കാതെ ധനമന്ത്രി. ടോപ്പ് 10 സ്പെഷ്യൽ. ഓണത്തെ വരവേൽക്കാൻ മലയാളക്കര. നാളെ അത്തം. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. സപ്ലൈകോ ഓണച്ചന്തകൾക്ക് തുടക്കം. സബ്സിഡി വെളിച്ചെണ്ണ വില വീണ്ടും കുറച്ചു. സർക്കാർ ജീവനക്കാർക്ക് ബോണസ് 4500 രൂപ. ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 4 മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടു. 2 ആഴ്ചക്കിടെ കൊല്ലപ്പെട്ടത് 8 മാധ്യമപ്രവർത്തകർ. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി കൊല്ലം സെയിലേഴ്സ്. കഫ നേഷൻസ് കപ്പിനുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ആഷിഖും ജിതിനും ഒവൈസിയും ടീമിൽ. റാപ്പർ വേടനെതിരെ വീണ്ടും കേസ്. ഗവേഷക വിദ്യാർത്ഥിനി നൽകിയ പരാതിയിൽ കേസെടുത്തു. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി മറ്റന്നാൾ. സ്റ്റോറി ഓഫ് ദ ഡേ. അങ്ങ് ദുബായിലുണ്ടൊരു ഗണപതി വീട്. വാർത്തയുടെ സമഗ്ര ചിത്രം നോക്കാം. തുടർച്ചയായ ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങി കോൺഗ്രസിൽ നിന്നും സസ്പെൻഷൻ ഏറ്റുവാങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ. അതേസമയം MLA പദവി രാജിവെക്കേണ്ടതില്ല എന്ന് നേതൃത്വം വ്യക്തമാക്കി. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത രാഹുലിന് നിയമസഭാ കക്ഷി അംഗത്വവും ഉണ്ടാകില്ല. രേഖാമൂലം പരാതിയില്ലാത്തതിനാൽ രാജിവെക്കേണ്ടതില്ല എന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. 2 ദിവസം നീണ്ടുനിന്ന ആകാംക്ഷയ്ക്കൊടുവിൽ അത്യന്തം നാടകീയമായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനം പ്രഖ്യാപിച്ചു. MLA സ്ഥാനം രാഹുൽ ഒഴിയേണ്ടതില്ല. പകരം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. നിയമസഭാ കക്ഷി അംഗമായും തുടരാനാകില്ല. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും രാഹുലിന് വിലക്കേർപ്പെടുത്തുകയും അവധിക്ക് പോകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യും. KPCC അധ്യക്ഷൻ തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. രാഹുലിനെതിരെ രേഖാമൂലം ഒറ്റ പരാതി പോലും ഒരിടത്തും ലഭിച്ചിട്ടില്ല എന്ന ന്യായീകരണം നിരത്തിയാണ് MLA പദവി നേതൃത്വം സംരക്ഷിക്കുന്നത്. അതേസമയം ആരോപണം ഉയർന്നപ്പോൾ തന്നെ അത്യന്തം മാതൃകാപരമായ ആർജവമുള്ള നടപടി സ്വീകരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞുവെന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇതുവരെ പാർട്ടിക്കോ
അല്ലെങ്കിൽ നിയമപരമായോ പരാതികൾ ലഭിച്ചിട്ടില്ല. എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആയതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായി ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല. സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് എവിടെയെങ്കിലും മുറിവേറ്റു എന്ന് തോന്നിയാൽ ആ നിമിഷം ഉചിതമായ നടപടിയെടുക്കാൻ കെൽപ്പുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞതായി പ്രതിപക്ഷ നേതാവിന്റെ വാദം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ? സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ബഹുമാനവും ആദരവുമാണ്. സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. പുറത്തുനിന്നുള്ളവരെക്കാൾ ശക്തമായി പാർട്ടിക്കുള്ളിൽ സ്ത്രീകൾ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയിട്ടും അപ്രതീക്ഷിതമായാണ് ട്വിസ്റ്റ് ഉണ്ടായത്. രാജിയുടെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന നിയമോപദേശം പാർട്ടിക്ക് ലഭിച്ചത്. ഇപ്പോൾ ഉണ്ടായ തെരഞ്ഞെടുപ്പ് പോലും കോൺഗ്രസ് വരുത്തിവെച്ചതെന്ന ആക്ഷേപം നേരിടുന്ന വേളയിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ കനത്ത തിരിച്ചടി നേരിടുമെന്ന വിലയിരുത്തലുമുണ്ടായി. ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ BJPക്ക് ഗുണം ചെയ്യുമെന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്. BJPക്ക് നിയമസഭയിലെത്താനുള്ള സാഹചര്യം സൃഷ്ടിച്ചാൽ അത് 2026 പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത രാഷ്ട്രീയ തിരിച്ചടിയായി മാറുമെന്ന വിലയിരുത്തലുമുണ്ടായി. കൂടിയാലോചനകൾക്കൊടുവിൽ MLA പദവിയിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു കോൺഗ്രസ്. ഒരു പരാതി പോലും ലഭിക്കാതിരുന്നിട്ടും പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവിനെ സസ്പെൻഡ് ചെയ്യാൻ എടുത്ത ആർജവം മറ്റേത് പാർട്ടിക്ക് അവകാശപ്പെടാനുണ്ടെന്ന ചോദ്യമുയർത്തിയാകും രാഷ്ട്രീയ പ്രതിയോഗികളെ കോൺഗ്രസിനെ നേരിടുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തനിക്കെതിരെ ഉയർന്ന വിവാദങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതെ 6ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടൂരിലെ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും മാധ്യമങ്ങൾക്ക് മുൻപിൽ പോലും എത്താതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞുമാറി. ഒടുവിൽ സസ്പെൻഷൻ വാർത്തകൾ പുറത്തു വന്നപ്പോൾ വീട്ടിലെത്തിയ പ്രവർത്തകരെ കാണാൻ മാത്രമാണ് രാഹുൽ തയ്യാറായത്. ഒന്നിലധികം സ്ത്രീകൾ തനിക്കെതിരെ ഉയർത്തിയ ഗുരുതര ലൈംഗിക ആരോപണങ്ങൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും മറുപടി പറഞ്ഞില്ല. മുൻപ് 2 തവണ മാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലപാട് വ്യക്തമാക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെങ്കിലും വിവാദങ്ങൾക്ക് കൃത്യമായ മറുപടിയില്ലായിരുന്നു. രാവിലെ മുതൽ അടൂരിലെ വീട്ടിൽ സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരും രാഹുലിനെ കാണാനെത്തി. ഏറെ അടുപ്പമുള്ളവർ മാത്രം വീടിനുള്ളിലേക്ക്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉച്ചയോടെ തിരുവല്ലയിൽ പാർട്ടി നിലപാടുകൾ തുറന്നു പറഞ്ഞതോടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള വാർത്തകളും പുറത്തു വന്നു. ഈ സമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടിലേക്കെത്തി. ഉച്ചയോടെ മാധ്യമങ്ങളെ കാണുമെന്ന് സുഹൃത്തുക്കളിലൂടെ രാഹുൽ അറിയിച്ചു. എന്നാൽ ഏറെ സമയം കഴിഞ്ഞും അതുണ്ടായില്ല. വൈകിട്ടോടെ വീട്ടിലെ ഓഫീസ് മുറിയിൽ തന്നെ കാണാനെത്തിയവരുമായി അല്പസമയം ചിലവഴിച്ചു. മാധ്യമങ്ങളും മറ്റു പലരും തന്നെ കുറ്റവാളിയായാണ് ചിത്രീകരിക്കുന്നത് എന്ന നിലപാട് കഴിഞ്ഞ ദിവസം രാഹുൽ ആരോപിച്ചിരുന്നു. തന്റെ MLA സ്ഥാനം നഷ്ടപ്പെടുത്തി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഗൂഢശക്തികളുടെ നീക്കമാണ് ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് പറഞ്ഞ രാഹുൽ പക്ഷേ തനിക്കെതിരെ തെളിവുകൾ നിരത്തി പുറത്തുവന്ന ആരോപണങ്ങളിൽ ഇപ്പോഴും മൗനം തുടരുകയാണ്. വിവാദങ്ങൾക്കു പിന്നാലെ 6ാം ദിവസവും കൃത്യമായി പ്രതികരിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സസ്പെൻഷൻ നടപടികളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ പ്രതികരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി സംസാരിക്കുന്നതിന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമയം കണ്ടെത്തിയത്. രാഹുലിന്റെ രാജിക്കായി സമ്മർദ്ദമേറുമ്പോൾ വ്യത്യസ്ത അഭിപ്രായമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ രാജി വേണമെന്നും വേണ്ടെന്നുമാണ് നേതാക്കളുടെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ സ്വാഗതാർഹമെന്നാണ് KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ പ്രതികരിച്ചത്. രാഹുൽ രാജിവെക്കണമെന്ന അഭിപ്രായമില്ലെന്നും വനിതാ നേതാക്കൾ പറഞ്ഞത് അവരുടെ അഭിപ്രായമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കാര്യമായ പ്രശ്നമാണ്. പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു. എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സമൂഹം വിലയിരുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ തീരുമാനമാണ് പാർട്ടി എടുത്തതെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞതിന് മുകളിലൊന്നും പറയാനില്ലെന്നുമാണ് ഷാഫി പറമ്പിൽ MPയുടെ പ്രതികരണം. ശക്തമായിട്ടുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. അത് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും നേതാവിനും ബാധകമാണ്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞതിന്റെ മേലെ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല. സസ്പെൻഷൻ പാർട്ടി ധാർമ്മികത ഉയർത്തിയെടുത്ത തീരുമാനമാണെന്ന് T. സിദ്ദിഖ് MLA കോഴിക്കോട് പറഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നേതൃത്വം നടപടിയെടുത്തു. ആരോപണം ഉന്നയിക്കുന്ന MP രാജേഷ് ആത്മവിമർശനം നടത്തണമെന്നും T. സിദ്ദിഖ് വ്യക്തമാക്കി. കേരളത്തിലെ പൊതുസമൂഹത്തിനോട്, സ്ത്രീ സമൂഹത്തോട് പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന സമീപനം എത്രത്തോളം വലുതാണ് എന്ന്
ബോധ്യപ്പെടുത്തുന്നതും വ്യക്തമാക്കുന്നതുമായ ഒരു നടപടിയാണ്. രാഹുലിന്റെ വിഷയം പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് മാത്യു കുഴൽനാടൻ MLAയും പ്രതികരിച്ചു. മാതൃകാപരമായ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത്. രാഹുൽ വിഷയം കോൺഗ്രസിന് വലിയ ഷോക്കാണ് ഉണ്ടാക്കിയതെന്നും മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു. അദ്ദേഹത്തെ പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങളുടെ ഗൗരവം പരിഗണിച്ച് പാർട്ടി എന്ന നിലയിൽ എടുക്കേണ്ട ഏറ്റവും മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്നതാണ്. ഇത്രയും ജീർണമായ അവസ്ഥ ഒരു കാലത്തും കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തലിന് പലതും അറിയാമെന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു. രാജിക്ക് പകരം നടപടി സസ്പെൻഷനിൽ ഒതുക്കിയത് ശരിയല്ലെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് പുറമേ അറിയാം. അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ സസ്പെൻഷൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തട്ടിപ്പും നാടകവുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസും വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട നേതാക്കൾ എന്തുകൊണ്ട് ഇന്ന് നിശബ്ദരായി എന്ന് BJP നേതാവ് പത്മജ വേണുഗോപാൽ. ആരുടെ ഫോൺ കോൾ വന്നു എന്ന് നേതാക്കൾ വ്യക്തമാക്കണം. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കയ്യിലുള്ള പല തെളിവുകളും പുറത്തുവരുമെന്ന ഭയമാണ്. രാഹുലിന്റെ സംരക്ഷണം ഒരുക്കുന്നത് കേരളത്തിലെയും ഡൽഹിയിലെയും നേതാക്കളാണെന്നും അവർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും സംഭവിക്കും നിങ്ങൾ ആരും വിചാരിക്കേണ്ട. നിങ്ങളൊന്ന് എത്ര എഴുതിയാലും എന്ത് കാണിച്ചാലും അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതുള്ളിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടം ആരെയും പേടിക്കില്ല. MLA സ്ഥാനം രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ നേതാക്കന്മാർ ഇന്നലെ 3 മണി കഴിഞ്ഞപ്പോൾ നിശബ്ദരായി. ആരെ പേടിച്ചിട്ടാണ്? ആരുടെ ഫോൺ കോൾ വന്നിട്ടാണ്? ഇതിനൊക്കെ ഉത്തരം പറയേണ്ട കടമ അവർക്കില്ലേ? എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള വാക്ക് ഇവർ പിൻവലിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട ഉമാ തോമസ് MLAക്കെതിരെ കടുത്ത സൈബർ ആക്രമണത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന് ഉമാ തോമസ് പ്രതികരിച്ചു. നടപടി സ്വീകരിക്കേണ്ടത് പാർട്ടിയാണെന്നും നിലവിൽ പരാതിയില്ലെന്നും ഉമാ തോമസ് പ്രതികരിച്ചു. ചിലരുടെ അഭിപ്രായങ്ങൾ സൈബർ ആക്രമണമായി കാണുന്നില്ലെന്നും ഉമാ തോമസ് വ്യക്തമാക്കി. എൻ്റെത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി പാർട്ടി തീരുമാനിക്കട്ടെ. ഇത് ഞാൻ തീരുമാനിക്കണ കാര്യമല്ലല്ലോ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എനിക്കത് എൻ്റെ നീതിബോധം ഞാൻ തന്നെ അദ്ദേഹം ഉറപ്പായിട്ട് രാജിവെക്കുന്നു വിചാരിച്ചു. പത്രസമ്മേളനം നടക്കുമ്പോൾ എന്തായാലും ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്തായാലും എന്ന് തോന്നി. പക്ഷെ അത് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. സൈബർ ആക്രമണം എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് സ്വതന്ത്രമായിട്ട് എന്ത് പറയാനുണ്ടോ അതുപോലെ എല്ലാവർക്കും ആ സ്വാതന്ത്ര്യം. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ SFIയുടെ പ്രതിഷേധം. ബാനറുമായി കണ്ടോൺമെന്റ് ഹൌസിലേക്ക് എത്തിയ പ്രവർത്തകരെ പോലീസ് തടയുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കാളയുമായി പ്രതിഷേധ മാർച്ച് നടത്തി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മനു പ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. MLA ബോർഡ് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തലിനെ ഇറങ്ങി നടക്കാൻ അനുവദിക്കില്ലെന്ന് യുവമോർച്ച പ്രവർത്തകർ പറഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. രാഹുൽ നടത്തിയത് ക്രിമിനൽ കുറ്റമാണെന്നും യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത ഒരാളെ എന്തിന് MLA ആയി തുടരാൻ അനുവദിക്കുന്നുവെന്നും യുവമോർച്ച പ്രവർത്തകർ ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലത്ത് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. പ്രതീകാത്മകമായി രാഹുലിനെ കോഴിയോട് ഉപമിച്ച് വടികൊണ്ടടിച്ച് നഗരം ചുറ്റിയായിരുന്നു പ്രതിഷേധം. പീഡനാരോപണത്തിൽ കളങ്കിതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി MLA സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നും ഉടൻ രാജിവെക്കണമെന്നുമായിരുന്നു മഹിളാ മോർച്ചയുടെ ആവശ്യം. പീഡന ആരോപണങ്ങൾ തെളിവ് സഹിതം ഉയർന്നിട്ടും രാജിയില്ലെങ്കിൽ പ്രതിഷേധം ഇനിയും ശക്തമാക്കാനാണ് BJPയുടെ തീരുമാനം. പീഡനവീരൻ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കുക, രാഹുലിനെ സംരക്ഷിക്കുന്ന VD സതീഷിനെയും ഷാഫി പറമ്പിലിനെയും തിരിച്ചറിയുക തുടങ്ങിയ മുദ്രാവാക്യമുയർത്തി DYFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവതികളുടെ പ്രതിഷേധ പ്രകടനവും പോസ്റ്റർ പ്രചാരണവും നടന്നു. മുതലക്കുളത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KM നീനു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സംഘടനാ തലം മുതൽ തെരുവിലെ സമരമുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന നിരവധി KSU പ്രവർത്തകരെ തള്ളിമാറ്റി കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു കോൺഗ്രസിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവാവിന്റെ വളർച്ച. മാധ്യമങ്ങളെയും സോഷ്യൽ മീഡിയയും കൃത്യമായി വിനിയോഗിക്കുന്ന സമർത്ഥനായ രാഹുൽ പക്ഷേ ഒരു പൊതുപ്രവർത്തകനുണ്ടാകേണ്ട മിനിമം യോഗ്യതകളെക്കുറിച്ച് പഠിക്കാൻ മറന്നുപോയതിന്റെ പരിണിത ഫലമാണ് അപ്രതീക്ഷിതമായുണ്ടായ ഈ തിരിച്ചടി.
ചാനൽ ചർച്ചകളിലും സംവാദങ്ങളിലും പുഞ്ചിരിയോടെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥിരം മുഖം. ചർച്ചകളിൽ പങ്കെടുത്ത് കോൺഗ്രസിന് വേണ്ടി വാദിക്കുകയും രാഷ്ട്രീയ എതിരാളികളുടെ മേൽ ചാട്ടുളി പോലെ പ്രഹരമേൽപ്പിക്കുകയും ചെയ്യുന്ന വാക്ചാതുരി. രാഹുൽ മാങ്കൂട്ടത്തിലെ മലയാളികൾ പരിചയപ്പെട്ടു തുടങ്ങിയത് അങ്ങനെയാണ്. കൃത്യതയോടും വ്യക്തതയോടും കൂടി കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കാനുള്ള കഴിവ് കാഴ്ചക്കാരിലും സർവോപരി പാർട്ടിയിലെ ഒരു വിഭാഗത്തിനും മതിപ്പുളവാക്കി. യൂത്ത് കോൺഗ്രസ് കാലം മുതലേ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിന്റെ ഇടവും വലവും ആത്മാവും നിഴലുമൊക്കെയായി വളർന്നു. പ്രവർത്തന മേഖല യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന സമരമുഖങ്ങളിലൊന്നും തപ്പിയാൽ പോലും കാണാത്ത യുവനേതാവ് വൈകിട്ട് 7 മണിക്ക് ശേഷം സകല ചാനലുകളിലും പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനോട് ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾക്ക് പണ്ടേ കടുത്ത അസംതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവായി മാറിയ വി.ഡി. സതീശൻ 2ാം തലമുറയിൽ പാർട്ടി പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഷാഫി പറമ്പിലിനെ ചേർത്ത് നിർത്തിയപ്പോൾ ഒപ്പം ചേക്കേറിയ രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. യൂത്ത് കോൺഗ്രസിന് നാഥനില്ലാതെ സംഘടന നിർജീവമായിരുന്ന സമയം. തെരഞ്ഞെടുപ്പിലൂടെ പുനഃസംഘടിപ്പിച്ച പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി വീറും വാശിയുമേറിയ പോരാട്ടത്തിനൊടുവിൽ നേടിയെടുത്തു. കള്ളവോട്ടും വ്യാജ ID കാർഡും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അതിജീവിച്ച് മുന്നേറിയ യുവനേതാവ് സംഘടനയുടെ കരുത്ത് വിളിച്ചോതി സെക്രട്ടേറിയറ്റ് നടയിൽ അക്രമാസക്ത പ്രതിഷേധത്തിന് തിരികൊളുത്തി. അറസ്റ്റും റിമാൻഡും ജയിലിൽ നിന്നുള്ള പുറത്തേക്കുള്ള വരവും നേതാവിന്റെ സ്വീകാര്യതയ്ക്ക് ആക്കം കൂട്ടി. സംഘടനാ ചുമതലയിലെ ആദ്യ വരവിൽ തന്നെ സാക്ഷാൽ ലീഡറുടെ മകൾക്കെതിരെ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം പോലും തിരുത്താൻ പാർട്ടിയിലെ ഗോഡ്ഫാദർമാർ ശ്രമിച്ചതുമില്ല. പാലക്കാട് തന്റെ വിശ്വസ്തൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന ഷാഫി പറമ്പിലിന്റെ കടുംപിടുത്തം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിന് MLA ആകാനുള്ള വഴിതെളിഞ്ഞു. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പോലും തേടാതെ രാഹുൽ എന്ന ഒറ്റപ്പേരിലെത്തിയപ്പോഴേക്കും സതീശൻ, ഷാഫി, രാഹുൽ ത്രയം കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിൽ മികച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയം MLA ആയ യുവനേതാവിന് കൂടുതൽ കരുത്തും തലയെടുപ്പും നൽകി. യൂത്ത് കോൺഗ്രസിനുള്ളിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവായ രാഹുലിന്റെ ധാർഷ്ട്യം പലപ്പോഴും മറനീക്കി പുറത്തുവരുന്നതും കണ്ടു. വീണ്ടും ഒരു പെട്ടിപരിശോധന ഉണ്ടായപ്പോൾ പോലീസിനോട് തട്ടിക്കയറിയ നേതാവിന്റെ ശരീരഭാഷ കണ്ട് സോഷ്യൽ മീഡിയയിലെ ആരാധകർ പോലും അമ്പരന്നു. എതിർചേരിയിലെ മുതിർന്ന നേതാക്കളെ പേരെടുത്തു പറഞ്ഞ് സഭയ്ക്കകത്തും പുറത്തും അതിരൂക്ഷമായി കടന്നാക്രമിക്കുന്ന നേതാവ് ഒടുവിൽ സ്വന്തം ചേരിയിലെ മുതിർന്ന നേതാക്കളുടെ പക്വതയെയും നിലപാടിനെയും പരസ്യമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്തുണ്ടായാലും തന്നെ തൊടാൻ ആർക്കുമാകില്ല എന്ന തൻ പ്രമാണിത്വം ഒടുവിൽ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയാണ്. കുഞ്ഞനിയനെ പോലെയാണ് എന്ന് പലയാവർത്തി പറഞ്ഞിരുന്ന പ്രതിപക്ഷ നേതാവ് തന്നെ ആദ്യം വാളെടുക്കുകയും തണൽമരമായിരുന്ന ഷാഫി പറമ്പിൽ കൊടുങ്കാറ്റിൽ ആടിയുലയുകയും ചെയ്തതോടെ നിലയില്ലാ കയത്തിൽ അകപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ അടിയറവ് പറയുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിന് വീണ്ടും തണലൊരുക്കി സർക്കാർ. മുൻ DGP നൽകിയ 2 അന്വേഷണ റിപ്പോർട്ടുകൾ മടക്കി. റവാഡ ചന്ദ്രശേഖരനോട് നിലവിലെ റിപ്പോർട്ട് പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകിയ 2 അന്വേഷണ റിപ്പോർട്ടുകളാണ് തിരിച്ചയച്ചത്. അജിത് കുമാറിനെതിരായ പൂരം റിപ്പോർട്ട്, P. വിജയൻ നൽകിയ പരാതിയിന്മേലുള്ള ശുപാർശ എന്നിവയാണ് തിരിച്ചയച്ചത്. അജിത് കുമാറിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നതാണ് 2 റിപ്പോർട്ടുകളും. തൃശൂർ പൂരം കലക്കലിൽ MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിട്ടില്ല. സ്ഥലത്തുണ്ടായിട്ടും മന്ത്രി വിളിച്ചിട്ടും ഫോൺ എടുക്കുകയോ സംഭവ സ്ഥലത്തെത്തുകയോ ചെയ്തില്ല. കുറ്റകരമായ അനാസ്ഥയാണ് അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. രണ്ടാമത്തെ റിപ്പോർട്ട് P. വിജയനെതിരെ MR അജിത് കുമാർ നൽകിയ തെറ്റായ മൊഴിയെക്കുറിച്ചുള്ളതാണ്. P. വിജയന് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് അന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് MR അജിത് കുമാർ മൊഴി നൽകിയിരുന്നു. DGPക്ക് ഇതിനെതിരെ P. വിജയൻ പരാതിയും നൽകിയിരുന്നു. 2 സംഭവത്തിലും അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്നും സർക്കാരിന് വേണ്ട നടപടി സ്വീകരിക്കാമെന്നുമായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത്. നിലവിലെ DGP-യായ റവാഡ ചന്ദ്രശേഖരന് ഈ റിപ്പോർട്ട് തിരിച്ചു നൽകിയിരിക്കുകയാണ്. DGP റിപ്പോർട്ട് പഠിച്ച് ദർവേഷ് സാഹിബിന്റെ റിപ്പോർട്ട് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ റിപ്പോർട്ട് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുകയോ വേണമെന്നാണ് സർക്കാർ DGP-യോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ ADGP MR അജിത് കുമാർ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി. ഒരു MLA-യുടെ പരാമർശങ്ങൾ മാത്രമാണ് കേസിന്റെ കാരണമെന്ന് ഹർജിയിൽ പറയുന്നു. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യമൊന്നും ചെയ്തിട്ടില്ലെന്നും അജിത് കുമാർ വാദിക്കുന്നു. വിജിലൻസ് റിപ്പോർട്ട് കോടതി ശരിയായി വിലയിരുത്തിയില്ല എന്നും ഹർജിയിൽ പറയുന്നു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദം സംബന്ധിച്ച വിവരങ്ങളും മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി 10-12 ക്ലാസ് പരീക്ഷകൾ പാസ്സായതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിടേണ്ട എന്ന് ഡൽഹി ഹൈക്കോടതി. വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഡൽഹി സർവകലാശാലയോട് നിർദ്ദേശിച്ച കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിവരാവകാശ അപേക്ഷകന് നൽകണമെന്ന് കമ്മീഷൻ 2017 ഡൽഹി സർവകലാശാലയോട് നിർദ്ദേശിച്ചത്. ഇത് ചോദ്യം ചെയ്ത് സർവകലാശാല സമർപ്പിച്ച അപ്പീലിലാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് സച്ചിൻ ദത്തയാണ് കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി സർവകലാശാലയിൽ നിന്ന് 1978 BA പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയെന്നും ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നുവെന്നും വിവരാവകാശ അപേക്ഷകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. 1978 ഡൽഹി സർവകലാശാലയിൽ നിന്ന് BA ബിരുദം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ നൽകണമെന്നാണ് അപേക്ഷകൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഡൽഹി സർവകലാശാലയോട് നിർദ്ദേശിച്ച കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. 2016 മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിദ്യാഭ്യാസ യോഗ്യതകൾ പരസ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഈ വിഷയം പൊതുശ്രദ്ധയിലേക്ക് വരുന്നത്. എന്നാൽ ഇതിനു മുമ്പേ തന്നെ 1978 നൽകിയ എല്ലാ BA ബിരുദങ്ങളുടെയും വിവരങ്ങൾ ആവശ്യപ്പെട്ട് നീരജ് ശർമ്മ എന്നയാൾ ഒരു വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ സർവകലാശാല അത് വെളിപ്പെടുത്താൻ വിസമ്മതിച്ചിരുന്നു. അതേസമയം വിദ്യാർത്ഥികളുടെ പട്ടിക അടങ്ങിയ രജിസ്റ്റർ പരസ്യമാക്കാൻ ഡൽഹി സർവകലാശാലയോട് നിർദ്ദേശിച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ വീണ്ടും ഉത്തരവിറക്കി. എന്നാൽ സർവകലാശാല ഹൈക്കോടതിയെ സമീപിക്കുകയും നീരജ് ശർമ്മയ്ക്ക് നോട്ടീസ് അയക്കുകയും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ജാഗ്രതയോടെ സംസ്ഥാനം. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് 18 പേരാണ് ചികിത്സയിലുള്ളത്. അതിനിടെ രോഗവ്യാപനം തടയാൻ സംസ്ഥാനത്തെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ടാങ്കുകൾ വൃത്തിയാക്കണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇത് പാലിക്കാത്തവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ നിർദ്ദേശാനുസരണമാണ് സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാനും ടാങ്കുകൾ വൃത്തിയാക്കാനും തീരുമാനിച്ചത്. വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിത കേരള മിഷൻ, ജലവിഭവ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ ക്യാമ്പയിനിൽ എല്ലാ ആരോഗ്യ പ്രവർത്തകരും സ്ഥാപനങ്ങളും പങ്കെടുക്കണം. വീടുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി എല്ലായിടത്തെയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കണം. ഈ വർഷം 41 അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകളാണ് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 18 ആക്റ്റീവ് കേസുകളാണുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് കേസുകൾ കൂടുതലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടെ വടക്കൻ കേരളത്തിലെ സാഹചര്യത്തെയും അതീവ ജാഗ്രതയോടെയാണ് ആരോഗ്യവകുപ്പ് നോക്കിക്കാണുന്നത്. വയനാട് സ്വദേശിയായ 30-കാരന് കൂടി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8 ആയിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന മറ്റുള്ളവരുടെ നിലയിൽ ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. മന്ത്രിസംഘം സന്ദർശിച്ച് 1 മാസം കഴിഞ്ഞിട്ടും കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷമായില്ല. ആധുനിക സൗകര്യങ്ങളുമായി 4 നില കെട്ടിട സമുച്ചയം നിർമ്മിക്കുമെന്നും ഇതിനായി 15 കോടി ചിലവഴിക്കുമെന്നുമായിരുന്നു മന്ത്രിയുടെ ഉറപ്പ്. എന്നാൽ ഇതിനായി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി കാണാം. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ്. മേൽക്കൂരയിലെ കോൺക്രീറ്റ് പാളികൾ പലയിടത്തും ഇളകി വീണ് ഉള്ളിലെ കമ്പികൾ പുറത്തു കാണാം. ഇവിടെ എത്തുന്ന യാത്രക്കാരും KSRTC ജീവനക്കാരും സ്റ്റാൻഡിനുള്ളിലെ കച്ചവടക്കാരുമൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന അപകടത്തിന്റെ ഭീതിയിലാണ്. മന്ത്രി KN ബാലഗോപാലും മുകേഷ് MLAയും ഉൾപ്പെട്ട സംഘം കഴിഞ്ഞ മാസം സ്ഥലം സന്ദർശിച്ചിരുന്നു. ആധുനിക രീതിയിൽ പുതിയ KSRTC ബസ് സ്റ്റേഷൻ ഉടൻ വരുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. 4 നിലകളിലായി അത്യാധുനിക സംവിധാനങ്ങളോടെ പുതിയൊരു KSRTC ബസ് സ്റ്റേഷൻ എന്നായിരുന്നു മന്ത്രി അന്ന് പറഞ്ഞത്. കൂടാതെ ചുറ്റുമതിൽ, പ്രവേശന കവാടം, ജലവിതരണം, അങ്ങനെ കേൾക്കാൻ സുഖമുള്ള കുറെ പ്രഖ്യാപനങ്ങൾ. ബസ് സ്റ്റേഷന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദ്രുതഗതി നടക്കുകയാണ്. 15 കോടി രൂപയാണ് ഇപ്പോൾ അതിന് അനുവദിച്ചിരിക്കുന്നത്. 10 കോടി ബഡ്ജറ്റിൽ നിന്നും വെച്ചു. അതുപോലെ MLA ആസ്തി ഫണ്ടുമായി ബന്ധപ്പെട്ട 5 കോടി, അങ്ങനെ കഴിഞ്ഞ ബഡ്ജറ്റിൽ വെച്ച തുടർന്നും അതും അതിനടിസ്ഥാനത്തിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഡിസൈനായി ASന്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യമുണ്ട്. ASന്റെ എല്ലാം ആയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. കൊല്ലത്തിന് വളരെ അഭിമാനകരമായ ഒരു ബസ് സ്റ്റാൻഡായിട്ട്
വരും. ഇത് ഇപ്പോഴുള്ളത് കായൽത്തീരത്ത് താഴോട്ടിറങ്ങി പോകണം. ഇവിടെ മെയിൻ റോഡിനോട് NH-നോട് ചേർന്ന് തന്നെ വരുന്ന തരത്തിലാണ് ഒരു 3-4 നിലയുള്ള അത്യാവശ്യ സൗകര്യങ്ങളുള്ള ഒരു സംവിധാനമാണ് KSRTCയുടെ ഡിസൈനകത്ത് വരുന്നത്. ബജറ്റിൽ വകയിരുത്തിയ 10 കോടി രൂപ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 5 കോടി രൂപ, മൊത്തം 15 കോടി രൂപയ്ക്ക് ഇത് പൂർത്തിയാക്കുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നും അതിനിടയിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമോ എന്ന പേടിയിലുമാണ് യാത്രക്കാർ. 15 കോടി മുടക്കി അത്യാധുനിക രീതിയിലുള്ള KSRTC സമുച്ചയം എന്നതാണ് മന്ത്രിയുടെ വാഗ്ദാനം. എന്നാൽ അത്രയൊന്നും മുടക്കിയില്ലെങ്കിലും ഇതിൻ്റെ ദയനീയാവസ്ഥ ഒന്ന് മാറിക്കിട്ടിയാൽ മതി എന്നതാണ് യാത്രക്കാരുടെ ആവശ്യം. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ സർക്കാർ സംവിധാനങ്ങളുടെ മെല്ലപ്പോക്ക് പുതിയൊരു വിഷയമല്ല. എന്നാൽ ഇവിടെ ഏത് നിമിഷവും സംഭവിക്കാവുന്ന അപകടത്തിൽ പരാതികൾ നൽകി മടുത്ത യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇവിടെ നിൽക്കുന്നവരുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ഇവിടെ നിൽക്കുന്നവർക്ക് ഇവിടെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു KSRTC ഒരു കൊറിയർ എടുക്കാൻ വേണ്ടി വന്നാൽ പോലും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റത്തില്ല. കൊറിയർ സാധനം പോലും ഇവിടെ വെക്കാൻ പറ്റത്തില്ല. നമ്മൾ ഡോറിൻ്റെ ഐറ്റംസോ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവച്ചാൽ പോലും ഇത് എപ്പോഴാണ് വീഴുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ നാട് ഇങ്ങനെയൊക്കെ ആയാൽ പോരാ, കാലം മാറുമ്പം എല്ലാം മാറണം. ഈ ഒരു അവസ്ഥ നമ്മൾ എന്നേ മാറേണ്ട അവസ്ഥ കഴിഞ്ഞു. നമ്മുടെ ഈ രാജ്യം എന്തുമാത്രം സിസ്റ്റമാറ്റിക് ആയാൽ തന്നെയും പക്ഷേ ഇതൊക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞു. ഇനി മാറുമെന്നുള്ളൊരു വിശ്വാസം. ബസ് സ്റ്റാൻഡിൽ വരുന്ന ജനങ്ങൾക്ക് ഭയമില്ലാതെ അതിനകത്ത് കയറി ഒരു ബസ് യാത്ര ചെയ്യാൻ കൊല്ലം ഡിപ്പോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സ്ഥിതിയിൽ നടക്കുന്നില്ല. നമ്മൾ അവിടെ വെയിറ്റിംഗ് ഷെഡിൽ കയറിയിരുന്നാൽ മേളിൽ നിന്ന് സാധനങ്ങൾ പൊഴിഞ്ഞ് താഴോട്ട് വീണ് ഏത് സമയവും മരണം സംഭവിക്കാം, അപകടങ്ങൾ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. കൂടുതലും തമിഴ്നാട് സർവീസ്, തിരുവനന്തപുരം സർവീസ്, കന്യാകുമാരി സർവീസ്, എറണാകുളം സർവീസ് എന്ന് വേണ്ട കർണാടക മറ്റുള്ള ഇൻ്റർസ്റ്റേറ്റ് സർവീസുകളെല്ലാം നടത്തുന്ന ഒരു ഡിപ്പോയാണ്. ഇത്രയും ജനങ്ങൾക്ക് ഇവർക്ക് ഇവിടുത്തെ അസൗകര്യം കാരണം ഈ വരുന്ന സാധാരണക്കാരും പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നമുക്കുള്ള ഒരു നോട്ടത്തിൽ ഈ പ്രൈവറ്റ് ഓണേഴ്സും ഇവർ തങ്ങളിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണോ ഇതുകളൊന്നും വികസിപ്പിക്കുകയോ ഈ ബിൽഡിങ്ങൊക്കെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഒരു നോട്ടത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ കൊല്ലത്തു നിന്നും സുധീഷ് നൽകും. സുധീഷ്, വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു പൊതുവികാരം എന്താണ്? വളരെ പേടിയോടെയാണ് യാത്രക്കാർ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് കൊല്ലം KSRTC സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദിനംപ്രതി ഈ KSRTC സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ നിരവധി ബസ്സുകളും ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ദയനീയാവസ്ഥയിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇങ്ങനെ തുടരുന്നത്. ഇതിനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പലതവണ ഈ യാത്രക്കാരും ജീവനക്കാരും ഒപ്പം ഈ സ്ഥാപനത്തിനുള്ളിൽ KSRTC സ്റ്റാൻഡിനുള്ളിലെ ചില സ്ഥാപനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളും ഒക്കെ നടത്തുന്ന ആൾക്കാർ പരാതികൾ പലതവണ പലയിടത്തും പറഞ്ഞു. പക്ഷേ അതിനൊന്നും ഫലം ഉണ്ടായില്ല എന്ന് വേണം ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് കരുതേണ്ടത്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ ഈ സ്ഥലത്ത് എത്തുകയും ഇവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട അദ്ദേഹം ഉടൻ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ അത് വെറും വാക്കായി ഇപ്പോഴും തുടരുകയാണ്. അന്നത്തെ ആ പ്രഖ്യാപനം അത് നടപ്പിലായില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ധനകാര്യമന്ത്രി വീണ്ടും കഴിഞ്ഞ മാസം എത്തി 15 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കും, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഒരു ബസ് സ്റ്റേഷൻ നിർമ്മിക്കും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ആ പ്രഖ്യാപനങ്ങളും ഇപ്പോൾ ഒരു മാസം പിന്നിടുന്നു. പക്ഷേ അതിലും നടപടികൾ ഉണ്ടാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ എത്തുന്ന യാത്രക്കാർ ഭീതിയിലാണ്. കാര്യം ഏത് നിമിഷവും സംഭവിക്കാവുന്ന അപകടം. അങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ ജനപ്രതിനിധികളും അല്ലെങ്കിൽ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കേണ്ടവരെ കണ്ണു തുറക്കുകയുള്ളൂ എന്നൊരു ചോദ്യമാണ് യാത്രക്കാർ നമ്മോട് ചോദിക്കുന്നത്. ശരി, വിവരങ്ങളാണ് കൊല്ലത്തു നിന്നും സുധീഷ് നൽകിയത്.